മധുരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്ത് ഇട്ടതിന് ശേഷം കഴിക്കുക. ഡോക്ടർ എന്താ പറയുന്നതെന്ന് പല ആളുകളും ചിന്തിക്കുക. മധുരാഹാരം നിർത്തണമെന്ന് പല ആളുകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താനായിട്ട് പറ്റുന്നില്ല. കാരണം ഡിപ്പെൻഡൻ്റ് ആണ്, അഡിക്റ്റ് ആണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. മധുരം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. മധുരം നിർത്തിയ ആളുകൾക്ക് ധാരാളം ഗുണങ്ങൾ ശരീരത്തിന് ലഭിച്ചിട്ടുണ്ട്. ധാരാളം വീഡിയോസ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ആളുകളും കമൻറ്റിൽ പറയുന്നത് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, പക്ഷെ മധുരത്തിൽ ഞാൻ അഡിക്റ്റ് ആണ് എന്ന് പറയും. അത്തരത്തിലുള്ള ആളുകൾ ഏത് സമയത്താണ് മധുരം കഴിക്കേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ ഒരു 3 കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, അതായത് രാവിലെ തന്നെ ഷുഗർ കഴിക്കാതിരിക്കാൻ നോക്കുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഷുഗർ കഴിക്കുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബ്ലഡിലോട്ട് എന്തിറങ്ങും, ഈ ഗ്ലൂക്കോസ് എല്ലാം സ്പ്ലിറ്റ് ആകുകയും പെട്ടെന്ന് നമ്മുടെ ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. അപ്പോൾ നല്ല ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാകും, നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടും അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ ഒന്നും കഴിക്കുന്നില്ല, ഒരു ചോക്ലേറ്റ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കുന്നു. നമ്മുടെ ശരീരത്തിലോട്ട് ഗ്ലൂക്കോസ് അങ്ങ് ഇറങ്ങുന്നു, നമ്മൾ ഹാപ്പിയായി നമ്മൾ ഓഫീസിൽ പോകും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 90 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക്, അതായത് പൊങ്ങിയ ആ സ്പൈക്ക് നേരെ താഴോട്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റും, പിന്നെ ഷുഗർ ക്രേവിംഗ് ഉണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്തിരിക്കുന്ന ഒരു ക്രീം ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനായിട്ടൊരു ക്രേവിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിലോ ബ്രേക്ക്ഫാസ്റ്റിലോ മധുരം കഴിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്ന മിസ്റ്റേക്കുമാണ്. നമ്മൾ ഡയറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു മധുരമോ കഴിക്കും. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് നിങ്ങൾ മധുരം കഴിക്കേണ്ടത്? നിങ്ങൾക്ക് അഥവാ മധുരം കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ആഹാരത്തിന് ശേഷം കുറച്ച് മധുരം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഡോപ്പമിൻ റിലീസും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഉണ്ടാവുന്ന ഒരു സ്പൈക്ക് ഉണ്ടല്ലോ, അത് അത്രയും ഹൈ ആവില്ല. കാരണം ഓൾറെഡി വയറിനകത്ത് നമുക്ക് കഴിച്ച ആഹാരമുണ്ട്, അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അത്ര വളരെ വലിയ സ്പൈക്ക് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അമിതമായി കഴിച്ചാൽ ഷുഗർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോഴും ഉണ്ടാവും. അത് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ മിക്ക ആളുകളും സ്നാക്കായിട്ട് ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. അതായത് പ്രോപ്പർ ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ട്. രാവിലെ ഒരു ആഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഒരു ആഹാരം കഴിക്കുന്നു, വൈകുന്നേരം ഒരു സ്നാക്കായിട്ട് ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ കഴിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതാണ് അവരുടെ സന്തോഷം. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അമിതമായ പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ ഹൈ കാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടും, പൊണ്ണത്തടി ഉണ്ടാവും, പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവും, ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവും. ഹൈ ഷുഗർ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകും. അത് കാരണം ഇൻസുലിൻ വർക്ക് ചെയ്യാതാവും. അപ്പം നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവും. ഡയബറ്റീസ് കാരണം ഉണ്ടാവുന്ന പല അസുഖങ്ങളും ഉണ്ടാവും. മൂന്നാമതായിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടും, വെയിറ്റ് കൂടും. ഇതെല്ലാം റിസ്ക് ഫാക്ടറാണ് ഹാർട്ടിന്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് അമിതമായിട്ട് ഇത്തരത്തിലുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ സ്ഥിരമായി കഴിക്കുമ്പോഴാണ് നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത്. പഞ്ചസാര സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ വരെ ഉണ്ടാക്കും. കാരണം ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചില ക്യാൻസർ ഉണ്ടാക്കാൻ ട്രിഗർ ചെയ്യുന്ന ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പഞ്ചസാര സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രായം കൂടുതൽ കാണിക്കും. ഇത് മിക്ക ആളുകളുടെയും പ്രശ്നമാണ്. നമ്മുടെ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ വർക്ക് ചെയ്യാതാകുകയും നമ്മുടെ സ്കിന്ന് ഭയങ്കര പ്രായം കൂടുതലായിട്ട് തോന്നിക്കും. മധുരം കഴിക്കണം, പക്ഷേ ഏത് സമയത്താണ് മധുരം കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കാരണവശാലും മധുരം കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ അത് താഴോട്ട് വരുന്നു. 90 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഷുഗർ സ്പൈക്ക് അങ്ങ് താഴോട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എന്തെങ്കിലും മധുരം കഴിക്കാനായിട്ട് പോകും. അടുത്തിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ആയിരിക്കും, അതെടുത്ത് കഴിക്കും, വീണ്ടും സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ദിവസം മൊത്തം ഇത്തരത്തിലുള്ള മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. എപ്പോഴാണ് കഴിക്കേണ്ടത്? കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലഞ്ച് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചതിന് ശേഷമോ ഒരെണ്ണം വേണമെങ്കിൽ കഴിക്കാം, അത്രമാത്രം ക്രേവിംഗ് ഉണ്ടെങ്കിൽ. കാരണം എന്താണ്? അപ്പോൾ ഉണ്ടാവുന്ന സ്പൈക്ക് വളരെയധികം കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി മറ്റേത് എംപ്റ്റി സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ രാവിലെ തന്നെ കഴിക്കുന്നതും കാട്ടും നമ്മൾ ഫുഡിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്ന സ്പൈക്ക് അത്രയും ഹൈ ആവില്ല. കാരണം ഓൾറെഡി വേറെ ഫുഡ് ഉള്ളതുകൊണ്ട് അത്രയും ഹൈ ആയിട്ടുള്ള സ്പൈക്ക് ഉണ്ടാവില്ല. പക്ഷേ ഷുഗറിൻ്റെ ബാക്കി പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്നത് പോലുള്ള ഗ്ലൂക്കോസിൻ്റെ സഡൻ റിലീസോ ഇൻസുലിൻ റെസിസ്റ്റൻസോ അത്രയും ഹൈ ആയിട്ട് വരുന്നില്ല എന്നുള്ള ചെറിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. വലിയ പഠനങ്ങളൊന്നും അല്ല. ഒരു കാരണവശാലും സ്നാക്കായിട്ടും ഐസ്ക്രീമോ ചോക്ലേറ്റോ കഴിക്കരുത്. സ്നാക്കായിട്ട് കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇത് നേരെ ശരീരത്തിലോട്ട് എത്തുകയും വളരെ വേഗത്തിൽ സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യും. മധുരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്ത് ഇട്ടതിന് ശേഷം കഴിക്കുക.
ഡോക്ടർ എന്താ പറയുന്നതെന്ന് പല ആളുകളും ചിന്തിക്കും അല്ലേ. അതായത് നമ്മൾ നേക്കഡ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുവാണെങ്കിൽ വളരെ വേഗത്തിൽ കാർബോഹൈഡ്രേറ്റ് സ്പൈക്ക് ഉണ്ടാവും. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്ക് ഉണ്ടാവുകയും നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഹാപ്പിനെസ് അങ്ങ് കുറഞ്ഞ് ആ ഡോപ്പമിൻ്റെ സ്പൈക്ക് അങ്ങ് കുറയും. അതുപോലെ തന്നെ ആ ഷുഗറിൻ്റെ ലെവൽ അങ്ങ് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും മൂഡ് സ്വിങ്സ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, വീണ്ടും നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും, ആഹാരം കഴിക്കാനും മധുരം കഴിക്കാനുള്ള ക്രേവിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുവാണെങ്കിൽ മധുരത്തിനെ ക്ലോത്തിൽ കവർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതായത് എന്തെങ്കിലും ആഹാരം കഴിച്ചതിന് ശേഷം ആഹാരത്തിൻ്റെ എൻഡായിട്ട് മധുരം കഴിക്കുക. നിങ്ങൾ മധുരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. മധുരം കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ലിമിറ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് കഴിക്കണമെങ്കിൽ ഈ ഒരു ടൈമാണ് ഏറ്റവും നല്ലൊരു ടൈം. ആഹാരത്തിന് ശേഷം കുറച്ച് മധുരം കഴിക്കുക എന്ന് പറഞ്ഞ് ഷുഗറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തടയുന്നില്ല. പക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ഷുഗർ സ്പൈക്ക് നമുക്ക് കുറച്ചൊക്കെ തടയാനായിട്ട് കഴിയും. ഈ ഒരു ടോപ്പിക്ക് ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടമ്പായ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പീസ് ഇഡ്ഡലി കഴിക്കും, അതിനുശേഷം ഒരു പീസ് ചോക്ലേറ്റ് കഴിക്കും, വീണ്ടും ഒരു പീസ് ഇഡ്ഡലി കഴിക്കും, ഒരു പീസ് ചോക്ലേറ്റ് കഴിക്കും. അങ്ങനെ അയാൾ ഇഡ്ഡലിയും കാട്ടും കൂടുതൽ ഇപ്പോൾ ചോക്ലേറ്റ് ആണ് കഴിക്കുന്നത്. കാരണം ഇങ്ങനെ കഴിച്ചാൽ ഷുഗറിൻ്റെ സ്പൈക്ക് കൂടില്ല എന്ന് കരുതി ഈ രീതിയിലാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്.